ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈന്യം 2 ഭീകരരെ വധിച്ചു. കുപ്വാര സെക്ടറിൽ കേരൻ മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയെന്നും സൈന്യം അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണ ചേരുകയാണ്. ജിഷ്ണു, ജമ്മു കാശ്മീരിൽ കുപ്വാര മേഖലയിലാണ് ഇപ്പോൾ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വടക്കൻ കശ്മീരിൽ കുപ്വാര സെക്ടറിൽ കേരൻ മേഖലയിലാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് സൈന്യവും CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് കുപ്വാര സെക്ടറിൽ നടത്തിയത്. 4 ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഇതിൽ 2 ഭീകരരെ ഇപ്പോൾ വധിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഈ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് നിന്ന് അമേരിക്കൻ നിർമ്മിത തോക്കുൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് വൻ ആയുധ ശേഖരവുമായി അതിർത്തി വഴി ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരതയാണ് ഇപ്പോൾ സൈന്യം ഇല്ലാതാക്കിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വഴിയാണ് ഭീകരർക്ക് ഇത്തരത്തിൽ അത്യാധുനിക ആയുധങ്ങൾ ലഭിച്ചത് എന്നാണ് സൈന്യത്തിന്റെ നിഗമനം. ഏതായാലും 2 ഭീകരരെ ഇപ്പോൾ കുപ്വാര സെക്ടറിൽ സൈന്യം വധിച്ചിരിക്കുകയാണ്. അവിടെ കൂടുതൽ ഭീകരരുടെ സാന്നിധ്യമുള്ളതിനാൽ പരിശോധന തുടരുകയാണ്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം രജൌരി സെക്ടറിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരും സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായി എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തതോടെ ഭീകരർ തിരിച്ച് പാകിസ്ഥാൻ മേഖലയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. രജൌരി സെക്ടറിലും കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. നേരത്തെ കത്വ, റിയാസി ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് സാധ്യതയുണ്ട് എന്നും ഒപ്പം ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിലും ഒപ്പം ജമ്മു കാശ്മീരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും ജമ്മു കാശ്മീരിൽ സുരക്ഷാ സൈന്യം ശക്തമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. തീർച്ചയായും ഈ മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് സൈന്യത്തിന് കൂടുതൽ ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കൃഷ്ണ? അതുകൊണ്ട് നമ്മുടെ കൂടുതൽ സൈനിക വിന്യാസം അങ്ങോട്ടേക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ജിഷ്ണു കൃഷ്ണ. വിനോദി, റിയാസിയിൽ കഴിഞ്ഞ മാസമാണ് ഭീകരർ തീർത്ഥാടകർക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിൽ ഒരു കുട്ടി ഉൾപ്പെടെ 9 തീർത്ഥാടകർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിറകെ ജമ്മു കശ്മീരിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നും അതിർത്തി മേഖലകളിൽ കൂടുതൽ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് തമ്പടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് മുൻപേ തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഡൽഹിയിൽ പ്രത്യേക അവലോകന യോഗം ചേരുകയും ജമ്മു കശ്മീരിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഭീകരർക്കെതിരെയുള്ള സൈനിക നടപടി ശക്തമാക്കണം എന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് മേഖലകളിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് നിയോഗിച്ചു. അതിർത്തി മേഖലയിലും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും വിവിധ മേഖലകളിൽ സൈന്യം ഭീകരർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുൽഗാമിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഹിസ്ബുൾ മുജാഹിദീന്റെ ടോപ്പ് കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഇന്നിപ്പോൾ കുപ്വാരയിൽ കേരൻ സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2 ഭീകരരെ സൈന്യം വധിച്ചത്. ഈ മേഖലയിൽ നിന്ന് അത്യാധുനിക ആയുധങ്ങളുടെ ശേഖരം സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ രജൌരിയിൽ നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ തുരത്തി ഓടിക്കാനും സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയ്ക്കപ്പുറം ജമ്മു സെക്ടറിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്കുള്ള ശ്രമവും ഭീകരാക്രമണവും നടന്ന പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷാ ക്രമീകരണം അതിർത്തി മേഖലകളിലും ജമ്മു കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലും സൈന്യം ഒരുക്കിയിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ജമ്മു കാശ്മീരിലെ കുപ്വാര മേഖലയിലാണ് ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. നമ്മുടെ സൈന്യം നന്നായി അവരെ ചെറുത്തു, ഭീകരരെ വധിക്കാൻ സാധിച്ചു. പക്ഷേ നമ്മുടെ സൈനികർക്കും വീരമൃത്യുണ്ട്. ആ മേഖലയിൽ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.